മൂസ നബിയെക്കുറിച്ചുള്ള ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മോസസിനെ കുറിച്ചുള്ള കഥയാണ്. മൂസ നബി, നിങ്ങൾക്ക് ബൈബിളും ഓൾഡ് ടെസ്റ്റമെൻറ്റും ഖുറാനും ഒക്കെ വായിക്കുന്നവർക്ക് അറിയാവുന്നതുപോലെ ദൈവവുമായി നേരിട്ട് സംഭാഷണം നടത്താറുണ്ടായിരുന്ന ഒരു പ്രവാചകനായിരുന്നു. അപ്പോൾ ദൈവത്തിനെ കാണാൻ വേണ്ടി, ദൈവമായിട്ടുള്ള സംഭാഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സീനാ പർവ്വതത്തിൻ്റെ മീതെ മൗണ്ട് സീനയിൽ പോകും. ഇത് ഈജിപ്തിലുള്ളൊരു സ്ഥലമാണ്. റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിൽ മോസസിനെ കുറിച്ചൊരു ലിമിറ്റഡ് സീരീസൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ ഈ സ്ഥലം അതുപോലെ ഈ പ്രോസസ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പോകും. മൂസ നബി ദൈവത്തോട് പല സംഭാഷണങ്ങൾ ഇങ്ങനെ നടത്തും. മോസസ് ഒരു ദിവസം ദൈവമായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധമുള്ള, ഒരു സൗഹൃദമുള്ള കൂട്ടത്തിലാണ് അവർ. ഒരു ദിവസം അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, സ്വർഗത്തിൽ എൻ്റെ അയൽവാസി ആരാണ് എന്ന് വെച്ചു. സ്വർഗത്തിൽ ഞാൻ ആരുടെ കൂടെ ഇരിക്കും, എൻ്റെ അയൽപ്പക്കത്ത് ആരാണ് ഉണ്ടാവുക എന്ന് വെച്ചു. ഇങ്ങനെ ഇത്തരം ബാലിശമായ കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ മോസസിന്റെ കഥ അറിയുന്നവർക്ക് അറിയാം, പല കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ദിവസം ചോദിച്ച കാര്യം, സ്വർഗത്തിൽ എൻ്റെ അയൽവാസി ആരായിരിക്കും എന്നാണ്. അപ്പോൾ ദൈവം പറഞ്ഞത് ഒരു അറവുകാരൻ്റെ പേരാണ്, ഒരു ബുച്ചറുടെ പേരാണ്. അപ്പോൾ മോസസിന് ഒരു സന്ദേഹമായി, ഒരു സംശയമായി, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഞാൻ പ്രവാചകനാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, എൻ്റെ അയൽവാസിയായിട്ട് സ്വർഗത്തിലുള്ളത് ഒരു ബുച്ചറാണോ, ഒരു അറവുകാരനാണോ? അപ്പോൾ മോസസ് ചോദിച്ചു, ഇയാൾ എവിടെയാണ്, ഇയാൾ എനിക്കൊന്ന് കാണണം, ഇയാളുടെ അഡ്രസ്സ് ഒന്ന് തരൂ എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ദൈവം അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ അറവുകാരനെ കാണാൻ വേണ്ടിയിട്ട് കുറേ അധികം യാത്ര ചെയ്യണം. ഈ മൗണ്ട് സീനയിൽ നിന്ന് ഇറങ്ങി മദിയൻ മരുഭൂമി താണ്ടി വിദൂരസ്ഥമായ ഒരു സ്ഥലത്ത് അദ്ദേഹം എത്തി. സ്വർഗത്തിലെ അയൽവാസിയെ ഭൂമിയിൽ നിന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് മോസസ് വന്നതാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ നിരീക്ഷിച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇയാൾ വലിയൊരു ഭക്തനായിട്ട് തോന്നുന്നില്ല, അസാധാരണമായ പുണ്യകർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല, ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇയാൾ നിരീക്ഷിച്ചു. അപ്പോൾ ഒരു കവലയിൽ ഒരു ഇറച്ചിക്കട ഉണ്ട്, അയാൾ ഇറച്ചി വെട്ടുന്നുണ്ട്, ഇറച്ചി ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട്, ആളുകളെടുത്ത് നിന്ന് ഇയാൾ കാശ് വാങ്ങി വെക്കുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആള് മാറിപ്പോയിട്ടൊന്നുമില്ല, ഉറപ്പ് വരുത്തി ഇയാൾ തന്നെയാണെന്ന്. രാത്രിയായപ്പോൾ അന്ന് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇയാളെടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് താമസിച്ചോട്ടെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലോ സത്രത്തിലോ എവിടെയെങ്കിലും താമസിക്കണമെന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, അതിനെന്താ താമസിക്കാമല്ലോ, എൻ്റെ കൂടെ തന്നെ താമസിക്കാം. അപ്പോൾ ഇയാളുടെ വീട്ടിലേക്ക് മോസസ് ഞാൻ നബിയാണ്, പ്രവാചകനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചു. ഈ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്താൻ തന്നെ അയാളുടെ കൂടെ പോയി. ചെന്നപ്പോൾ ഒരു ചെറിയ വീടാണ്, വളരെ സാധാരണമായ, വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് സാധാരണ വീട്. അവിടെ വേറെ ആരെയും കാണാനൊന്നുമില്ല. നൈൽ നദിയുടെ തീരത്താണ് ഈ വീടുള്ളത്. അപ്പോൾ ഇയാളിങ്ങനെ ഒബ്സർവ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ വലിയൊരു കൊട്ട, വലിയൊരു ബാസ്ക്കറ്റ് വീട്ടിൻ്റെ എടുത്തിട്ട് നൈൽ നദിയുടെ തീരത്ത് കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ഇയാൾ ചെയ്തത് ഒരു എല്ലും തോലുമായി എന്നൊക്കെ പറയാവുന്ന ഒരു മനുഷ്യക്കോലത്തെ എടുത്ത് തോളത്തിട്ടിട്ട് ഈ കൊട്ടയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ നോക്കിയപ്പോൾ പുതപ്പുകൊണ്ടൊക്കെ ചുറ്റിയിട്ടുള്ള തണുത്തിട്ട് വിറയ്ക്കുന്ന ഒരു വൃദ്ധയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇയാൾ ആ കൊട്ടയിൽ ഈ ചെറിയ അറവുകാരൻ ആ സ്ത്രീനെ, പ്രായമുള്ള ആ സ്ത്രീനെ കിടത്തി, എന്നിട്ട് നൈൽ നദിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് അവരെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി അവരുടെ എന്താ പറയുക വൃത്തിഹീനമായ ഭാഗങ്ങളൊക്കെ കഴുകി നല്ലോണം വൃത്തിയാക്കി. അപ്പോൾ ഈ അയാൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ നിന്ന് കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്നുണ്ട്. അപ്പമൊക്കെ അയാൾ കവലയിൽ കൊണ്ടുവന്ന അപ്പം ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് ഇയാൾ ചെയ്യുന്നത് ആദ്യം ഇയാളൊന്ന് ചവച്ചിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോഴേക്കും ആ സ്ത്രീ, ആ പ്രായം ചെന്ന സ്ത്രീ എന്തോ ഇങ്ങനെ വായ കൊണ്ട് മന്ത്രിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് മോസസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മോസസ് അവിടെ ഇരിക്കുന്നത് ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. ഇയാൾ ഈ പ്രവൃത്തിയിൽ പരിപൂർണമായും നിമഗ്നനാണ്, ഒരു ധ്യാനത്തിൽ എന്ന പോലെയാണ് അയാളത് ചെയ്യുന്നത്. ഈ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞ് ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, മുഖമൊക്കെ തുടച്ചു കഴിഞ്ഞു.
വൃത്തിയാക്കി കഴിഞ്ഞു. ഇയാൾ ചൂടൊക്കെ കൊണ്ടുകഴിഞ്ഞതിന് ശേഷം ഇയാൾ ഈ അറവുകാരൻ ആ സ്ത്രീനെ എടുത്ത് ആദ്യം ആ സ്ത്രീനെ എടുത്തുകൊണ്ടേ വെച്ചു. അതിനുശേഷം ആ കൊട്ടയും എടുത്തുകൊണ്ടേ വെച്ച് അവരെ പുതപ്പിച്ചു. ഇയാൾ പുറത്തേക്ക് വന്നപ്പോൾ മൂസാ നബിക്ക് മനസ്സിലായി അത് ഇയാളുടെ ഉമ്മയായിരിക്കും. മൂസാ നബി അയാളുടെ അടുത്ത് ചോദിച്ചു, അത് ആരാണ്? നിങ്ങളുടെ മതമാണോ? നിങ്ങളുടെ മാതാവാണോ? എന്ന് പറഞ്ഞു, അതെ, എൻ്റെ മാതാവാണ്. നിങ്ങൾ എന്നിട്ട് അയാളുടെ കഥ പറഞ്ഞു. അയാൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉമ്മ ഈ കിടപ്പിലാണ്. ഇയാൾ മറ്റൊന്നും ചെയ്യാതെ മറ്റൊരു കാര്യത്തിലും ഇൻവോൾവ് ചെയ്യാതെ ഇത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം പോലും കഴിക്കാതെ അയാളെല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റുന്നത്. അയാൾ ആകെ ചെയ്യുന്ന പണി നിലനിൽക്കാൻ വേണ്ടി ആ ജോലിക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. വേറെ ഒന്നിനും തിരിയാതെ എല്ലാ ദിവസവും ഇയാൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇയാളുടെ റൂട്ടീൻ ഇത് തന്നെയാണ്. അപ്പോൾ മൂസാ നബി അയാളോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഉമ്മാക്ക് വായിൽ അപ്പവും നിങ്ങൾ തന്നെ കൊണ്ടുവന്നതിൽ ബാക്കി ഉണ്ടായിരുന്ന ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾ പല്ലുകൊണ്ട് ചതച്ചിട്ടാണല്ലോ വെച്ചത്? അങ്ങനെ പറഞ്ഞു, അതെ, ഉമ്മാക്ക് പല്ലില്ല, അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്കത് ദഹിക്കണമെങ്കിൽ ഞാനത് ചതച്ചിട്ട് വെച്ച് കൊടുക്കണം. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഉമ്മ എന്തോ ചുണ്ടിലെന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അതെന്തായിരുന്നു ഉമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളെടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ മൂസാ നബി പറഞ്ഞു, അത് ഉമ്മാക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഉമ്മ ഞാൻ എന്ത് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഉമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതെന്താണെന്ന് വെച്ചു, അല്ലാഹുമ്മ ജഅൽഹു മിനൻ നബിയ്യൂൻ, ദൈവമേ എൻ്റെ മകനെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തേണമേ, പ്രവാചകന്മാരുടെ കൂട്ടത്തിലാക്കേണമേ എന്നാണ് ഉമ്മ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ മൂസാ നബിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ വൃദ്ധയായ ഈ മാതാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണെന്നും അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ അയൽപ്പക്കം സ്വർഗത്തിൽ ഇയാൾക്ക് കിട്ടിയതെന്നും മൂസാ നബിക്ക് പെട്ടെന്ന് മനസ്സിലാവും.